Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഫുൾ മുടിയൊക്കെ കഴിച്ചിട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചത് ഞാൻ കണ്ണാടിയാണോ അതെനിക്ക് തോന്നണതാണെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ബിജുവേട്ടൻ പറഞ്ഞു, ചിന്നു ഇത് നടക്കില്ല, കാരണം ഇത് എനിക്ക് മോനെ കാണണം, എനിക്ക് വീട്ടിൽ പോകണം, ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട, വീട്ടിലിരിക്കുവോ അത് വേണ്ടാതിരിക്കോ എന്താ വെച്ചാൽ ചെയ്യുക. മൂവീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവോൾവ് ആവണം. എനിക്ക് അതിനൊരു സ്പേസ് ഇല്ല എൻ്റെ ഉള്ളിൽ. ശരിക്കും എൻ്റെ ബോഡിയിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നമുക്ക് തരുന്ന സിഗ്നൽസ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പ്രൊഫഷനും വീടും രണ്ടും കൂടി കൊണ്ട് നടക്കുന്ന സ്ത്രീകളാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ. അത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. കല്യാണം എന്താണ്, സ്നേഹം എന്താണ്, മദർഹുഡ് എന്താണെന്ന് അതിനകത്ത് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഇരുന്ന കാലത്താണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മയാണ് ഏറ്റവും വലിയ ഫ്രീഡം. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു ദ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഓഫ് കോഴ്സ് നോ ഇൻട്രൊഡക്ഷൻ സംയുക്ത വർമ്മ. സംയുക്തയെ ഞാൻ ചേസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറേ നാളായി, പക്ഷേ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കാരണം ഒത്തിരി പ്രഷറുണ്ട് സംയുക്തയ്ക്ക് ഇൻ്റർവ്യൂസ് കൊടുക്കാൻ. സംയുക്ത എങ്ങും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കുറച്ച് നാളായിട്ട്. അപ്പോൾ big heartfelt thank you for coming on to the show, and she has an explanation for this. ഇവിടെ ഇതുവരെ വന്നിട്ടുള്ള ഗസ്റ്റുകൾ പറയാത്തൊരു കാര്യം ഞാൻ പറയാം. 2018 ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ ഒരു പൂർണ്ണ ഗർഭിണിയെ എയർലിഫ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന അതേ കാര്യമാണ്. സിനിമയിലും വൈറലായ ന്യൂസ് എല്ലായിടത്തും വന്നിട്ടുള്ളതാണ്. ചാനലിൽ വന്നിട്ടുണ്ട്, എല്ലായിടത്തും വന്നിട്ടുണ്ട്. ആ അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് ധന്യ എന്ന് എല്ലാവർക്കും അറിയാം. ഇത് കൂടാതെ അദ്ദേഹം എൻ്റെ അമ്മാവന്റെ മോനും കൂടിയാണ്. ഞങ്ങളെ റിലേറ്റീവ്സ് ആണ്. നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അല്ല ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കൂടുതൽ അമ്മാവനും അമ്മായിയായിട്ടാണ് അടുപ്പം. അതായത് എൻ്റെ ഫാദർ ഇൻ ലോ മദർ ഇൻ ലോ ആയിട്ടാണ്. ചേട്ടനെ കണ്ടിട്ടില്ല. വിജയ് ചേട്ടനെ അങ്ങനെ കല്യാണത്തിനോ മറ്റോ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവണം, അത്രേ ഉണ്ടാവുള്ളൂ. ഞാനാണെങ്കിൽ കല്യാണം കഴിച്ച സമയം മുതൽ കേൾക്കാണ് സംയുക്ത വർമ്മ പിന്നെ ഉർമിള ഉണ്ണി. ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് ഞാൻ കല്യാണത്തിന് മുമ്പ് മുതൽ കേട്ടു തുടങ്ങിയത്. പക്ഷെ ഇന്നാണ് ആദ്യമായിട്ട് ആളെ കാണുന്നത്. ഫോണിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഓവർ ദിസ് പ്രോസസ് ഓഫ് ഇൻവൈറ്റിംഗ് യു ടു ദ ഷോ. സോ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. ഈ ഒരു ബന്ധത്തിന്റെ പേരിൽ കൺസിഡർ ചെയ്തതാണെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ, അതെന്താന്നല്ല, അതൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് ധന്യയുടെ ഇൻ്റർവ്യൂസ് എല്ലാം വലിയ ഇഷ്ടമാണ്. കാരണം ധന്യ നല്ലോണം പഠിച്ചിട്ടാണ് ധന്യയുടെ ജോലി ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ മുമ്പിലിരിക്കുമ്പോഴും അവരെന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ നല്ലൊരു കേൾവിക്കാരിയാണ്, അത് ആദ്യ ആവശ്യം. പിന്നെ എന്ത് ചോദിക്കുമ്പോഴും ആ ചോദ്യം എങ്ങനെ കൊണ്ടുപോകണം നന്നായിട്ട് അറിയാം, എതിലേക്ക് എത്തിക്കണം നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ഉള്ള പ്രഷർ മുഴുവൻ ഇട്ടു നോക്ക്. സംയുക്ത, ഞാൻ ഏറ്റവും എനിക്ക് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നും മലയാളികൾ ഒത്തിരി അധികം സ്നേഹിക്കുന്ന ഒരു ആക്ടറാണ്. ഓക്കെ, സംയുക്തയുടെ കരിയർ ഗ്രാഫിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1999 തൊട്ട് 2002 വരെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതാണ് അതിശയം. അതിനകത്ത് തന്നെ ഡെബ്യൂ മൂവിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. പിന്നെ 2000 വീണ്ടും 3 സിനിമകൾ പരിഗണിച്ചിട്ടാണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം കിട്ടി 18 സിനിമകളിൽ ഏകദേശം അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് 2002 യു ലെഫ്റ്റ് ദ ഇൻഡസ്ട്രി. ഇന്നും ആൾക്കാർ ദേ വോണ്ട് യു ബാക്ക് ഇൻ ദ ഇൻഡസ്ട്രി. അയ്യോ, യു ലുക്ക് ബാക്ക് അറ്റ് ദാറ്റ് ഫേസ്. ആ ഒരു ഫേസ് എങ്ങനെയായിരുന്നു സംയുക്തയ്ക്ക്? വളരെ ചെറിയ പ്രായത്തിൽ ഇൻഡസ്ട്രിയിൽ വന്നല്ലേ? അതെ, അത് എനിക്ക് വലിയ ഇഷ്ടമായിട്ടും ആഗ്രഹിച്ചിട്ടുമാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി ചെയ്തത്. കാരണം അതിൽ ഇത്രയും നല്ലൊരു ടീം എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ, സത്യനങ്കിളും PVG അങ്കിളും ലോഹി അങ്കിളിൻ്റെ സ്ക്രിപ്റ്റും ഒക്കെ വന്നപ്പോൾ എനിക്കത് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ചെയ്യുന്നതോ വർക്ക് ചെയ്യുന്നതോ, ഒട്ടും സിനിമ ചെയ്യുന്ന ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ അച്ഛൻ മാത്രമല്ല, വീട്ടിലുള്ള ആർക്കും വലിയ താല്പര്യമില്ല. പക്ഷെ എന്നെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ചെറിയമ്മയാണ്. എൻ്റെ ചെറിയമ്മ കാരണമാണ് എനിക്ക് ആ സിനിമ
എനിക്ക് ഇതായിട്ട് ഫുൾ സപ്പോർട്ടായിരുന്നു എൻ്റെ ചെറിയമ്മ. അന്ന് മാത്രമല്ല എപ്പോഴും ഞാൻ എന്ത് ചെയ്യാണെങ്കിലും എൻ്റെ ചെറിയമ്മ എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അതെനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ സിസ്റ്റേഴ്സിനും ഇപ്പോൾ ഉത്തരയാണെങ്കിലും ചെറിയമ്മയുടെ മോളും എൻ്റെ അനിയത്തിയാണെങ്കിലും ആരാണെങ്കിലും ഏത് പെൺകുട്ടികളെയും തത്തത്തെയും നല്ലോണം വർക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് താത്തത്തെ. അതുകൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് ശരിക്കും വന്നത്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? അന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ആക്ടിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ അത്രയും സീരിയസ് ആണ് സിനിമ എന്ന് പറയുന്നത് ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല. പിന്നെ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എത്രയും നമുക്ക് അങ്ങനെ ഒരു ടീം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ ഏത് പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെ, ഇപ്പം ജയറാമേട്ടൻ്റെ കൂടെയൊക്കെ എനിക്ക് അഭിനയിക്കാൻ പറ്റുക. ജയറാമേട്ടൻ മാത്രമല്ല, അതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ സീനിയർ ആക്ടേഴ്സാണ്. അവരുടെയൊക്കെ കൂടെ നമുക്ക് ഒന്ന് നിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഭാഗ്യമാണ്. അപ്പം അങ്ങനെ കിട്ടിയൊരു ഭാഗ്യമാണത്. അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കണോ. അങ്ങനെ ബിജു ചേട്ടനെ ആദ്യമായിട്ട് എപ്പോഴാണ് കണ്ടത്? സിനിമ സെറ്റ് വെച്ച് തന്നെയാണോ? അതെ. ചന്ദ്രൻ ദിക്കിൽ എന്ന് പറഞ്ഞ സിനിമയിൽ മൈസൂർ വെച്ചിട്ടാണ് ബിജുവേട്ടനെ കാണുന്നത്. വാട്ട് ഡിഡ് യു ആക്ച്വലി സേ ടു ഈച്ച് അതർ ദ ഫസ്റ്റ് ടൈം യു മെറ്റ്? ഒന്നും പറഞ്ഞില്ല, കാരണം ഈ പറഞ്ഞ പോലെ സീനിയർ ആക്ടർ അല്ലേ. അപ്പോൾ ഞാനങ്ങനെ അതിൻ്റെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് ആണ് ആദ്യം എടുത്തത്. അതൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് എൻ്റെ സെക്കൻഡ് മൂവി ആക്ച്വലി. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വെൻ യു ലുക്ക് ബാക്ക് അറ്റ് ദാറ്റ് മൂമെന്റ് വെൻ യു മെറ്റ് ഹിം, ഒരു ഹാർട്ടിലൊരു സ്ട്രിങ് പുള്ളി ചെയ്ത ഒരു ഫീലിംഗോ, ഇസ് ദർ എനി മൂമെന്റ് ദാറ്റ് ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ സ്പെഷ്യൽ ആയിരിക്കുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു? ഇല്ല, ഇറ്റ് വാസ് നെവർ ദെയർ. ഒരിക്കലും ഇല്ല. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കുറേ കാലത്തേക്ക് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഈ മൈസൂർ എന്ന് പറയുന്ന സ്ഥലം എനിക്ക് ഭയങ്കര ബന്ധമുള്ള ഒരു സ്ഥലമാണ്. അത് എൻ്റെ അച്ഛൻ അമ്മയും അവിടെ ആയിരുന്നു. ഞാനൊരു 5 വയസ്സ് വരെ മൈസൂരാണ് പഠിച്ചത്. അവിടെ ഞാൻ സ്കൂളിൽ ആദ്യമൊക്കെ അവിടെയായിരുന്നു. പിന്നെ എന്നെ ചോറൂണ്, പിന്നെ ഇത് നമ്മൾ നടകെടുത്ത് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ചാമുണ്ടേശ്വരി ദേവിയുടെ അടുത്താണ്, ആ അമ്പലത്തിലാണ് എല്ലാം എൻ്റെ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞ് ഞാൻ സിനിമ ചെയ്തിട്ട് എൻ്റെ ലൈഫ് പാർട്ട്ണറെ ഞാൻ മീറ്റ് ചെയ്തത് ശരിക്കും മൈസൂരാണ്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു പ്രത്യേക കണക്ഷനാണ് മൈസൂർ. ബിജുവേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു ഇൻ്റർവ്യൂവിൽ, ഐ എം കോളിംഗ് ഹിം ചേട്ടൻ, ടേക്കിംഗ് ദ ലിബർട്ടി. ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിയുടെ ആക്ടിങ്ങിൽ ഇംപ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിനകത്തൊരു വളരെയധികം സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻപുട്ട് വരുന്നത് സംയുക്തയിൽ നിന്നാണെന്ന്. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഈ 2 പെർഫോമൻസസ് എനിക്കൊന്ന് ആർക്കറിയേയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പനും കോശിയും, ദീസ് 2 മൂവീസ് ആർ കൾട്ട് മൂവീസ്. അതിൽ സംയുക്ത വളരെയധികം കീനായിട്ട് ഒബ്സർവ് ചെയ്ത് പറയുന്ന പല കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഹൗ ഹാസ് ഹീ കോൺട്രിബ്യൂട്ടഡ് ടു യുവർ ലൈഫ്? ആക്ടിങ്ങിലല്ല, ആസ് എ പേഴ്സൺ. കാരണം അദ്ദേഹം നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ യു ലെഫ്റ്റ്, സോ ദാറ്റ് ഈസ് എ ബിഗ് കോൺട്രിബ്യൂഷൻ. യു ലെഫ്റ്റ്. ഹൗ ഹാസ് ഹീ കോൺട്രിബ്യൂട്ടഡ്? ലൈഫിൽ കോൺട്രിബ്യൂഷൻ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ പ്രൊഫഷണലി എനിക്ക് ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, ഞങ്ങൾ തമ്മിൽ അടുപ്പമൊക്കെ ആവുന്നതിന് മുൻപ് തന്നെ സിനിമകൾ ചെയ്യുമ്പോൾ ഞാനന്ന് വളരെ യങ്ങാണ്, എനിക്ക് ബുദ്ധിയില്ലാത്ത ഒരു പ്രായം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ചിലപ്പോൾ ഈ ചില സീൻസ് വന്നാൽ ഇതെനിക്ക് ചെയ്യാൻ വയ്യ, അതെനിക്ക് പറ്റില്ല, അങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ അന്ന് ഞങ്ങൾ തമ്മിലൊരു അടുപ്പം ഒന്നുമില്ല, ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാത്തൊരു കാലമാണ്. ബിജുവേട്ടൻ അങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട്സ് ആവാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സംയുക്ത, ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്, ഇത്രയും ആൾക്കാർ മുഴുവൻ സമയത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ഈ മഴ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് 3-4 ദിവസമാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള സീൻസ് എടുക്കുമ്പോൾ. എന്തോ മഴ കൊണ്ടിട്ട് എനിക്ക് മഴ നനയാൻ പറ്റില്ല, അങ്ങനെ എന്തോ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇത്രയും ആൾക്കാർ മഴ നനഞ്ഞാണ് നിൽക്കുന്നത്, ഞാനും മഴ നനഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് എനിക്ക് മഴ നനയാൻ പറ്റില്ല, എനിക്ക് ഈ വേഷം ഇടാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് വളരെ എന്താ പറയുക, ചീപ്പായിട്ട് തോന്നുന്നു. കാരണം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, വളരെ ചീപ്പായിട്ട് തോന്നുന്നു. കാരണം ഇതൊരു പ്രൊഫഷനാണ്. ഈ പ്രൊഫഷനിൽ വരുമ്പോൾ എന്താണ് എങ്ങനെയാണെന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ടാണ് നമ്മൾ ആ പ്രൊഫഷൻ ചെയ്യണം. നമ്മുടെ ജോലി നമ്മൾ ചെയ്യണം, ഇല്ലെങ്കിൽ അത് വളരെ മോശമാണ്. ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരുന്നോളൂ, വരണ്ട, അങ്ങനെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ദക്ഷ ഉണ്ടായതിന് ശേഷം ഏതോ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇതുപോലെ, ബിജുവേട്ടന് അറിയാം എന്നെ എന്താണെന്ന്.
അപ്പോൾ വർക്കിന് വന്നപ്പോൾ ഞാൻ ചെന്ന തൊട്ട് ഞാൻ കരയാൻ തുടങ്ങി, ദക്ഷില്ലാത്തത് കൊണ്ട്, ദക്ഷിണെ കാണാൻ തോന്നിയിട്ട്. അപ്പോൾ ബിജുവേട്ടൻ പറഞ്ഞു, ചിന്നു ഇത് നടക്കില്ല, കാരണം ഇത് ഒരുപാട് ഒരു വർക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് മോനെ കാണണം, എനിക്ക് വീട്ടിൽ പോകണം, ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട, വീട്ടിലിരിക്കുകയോ അത് വേണ്ടാതിരിക്കുകയോ എന്താ വെച്ചാൽ ചെയ്യുക. കാരണം എനിക്ക് ഭയങ്കര ദേഷ്യം വരും അങ്ങനെ ചെയ്താൽ. ബിജുവേട്ടൻ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഫീൽ ചെയ്തിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. അത് നന്നായിട്ട് നോക്കിയിട്ട് മതി, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ജോലി ചെയ്യുമ്പോൾ എന്ന് എപ്പോഴും പറയും. ഇസ് ദാറ്റ് വൈ ഇത്രയും നാളായിട്ടും വേറൊരു സിനിമ എടുക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കാതിരിക്കാനുള്ള കാരണം അതാണോ? എനിക്ക് എവിടെയോ മനസ്സിലൊരു ഉൾവലിയാണോ ഈ തിരിച്ചു? അല്ല, എനിക്ക് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളെ. ഞാൻ ഇപ്പോഴെന്നല്ല, 10-25 വർഷം മുമ്പ്, ഞാൻ കല്യാണത്തിന് മുൻപേ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. പ്രൊഫഷനും വീടും രണ്ടും കൂടി കൊണ്ട് നടക്കുന്ന സ്ത്രീകളാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ. അത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്, ദൂരദർശനിലൊരു ഇൻ്റർവ്യൂവിൽ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രൊഫഷനും വീടും കൂടി നോക്കി നടത്തേണ്ട കാര്യം. കാരണം പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾ, നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, നമ്മൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആവും, നമ്മൾ കൂടുതൽ ഓവർഡു ചെയ്യും, എല്ലാം നമ്മളെല്ലാം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മളായിരിക്കും എടുക്കുക. തിരിച്ച് വീട്ടിൽ വന്നാലും ഈ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ തന്നെ എടുക്കും. ചിലപ്പോൾ ആൾക്കാരുണ്ടാവും, സഹായിക്കാൻ ആൾക്കാരുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, അത് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മൾ തന്നെ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് എനിക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു, ഒന്നെങ്കിൽ പ്രൊഫഷൻ, അതല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യം നോക്കുക എന്നുള്ളത് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു. പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എൻ്റെ ഒരു ഫെമിനൈൻ എനർജി എനിക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ മദർഹുഡും അതൊക്കെ എനിക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ എനിക്ക് സ്പേസ് വേണം, ടൈം വേണം. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് രണ്ട് കാര്യങ്ങൾ ഒരു സമയം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിരുന്നു ദക്ഷിൻ്റെ കാര്യത്തിലും. വീട് നല്ലോണം എൻജോയ് ചെയ്തിട്ടുമുണ്ട്, ഇപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്, ശരിക്കും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, എനിക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ അതേ സമയം ഞാൻ മൈസൂർ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ ഞാൻ അവിടെ മൈസൂർ യോഗാശാലയിൽ പോയി നിന്നിട്ടാണ് പഠിച്ചത്. ഏകദേശം 1.5-2 മാസത്തോളം എനിക്ക് വീട് വിട്ട് നിൽക്കേണ്ടി വരും. വീട്ടിൽ നിന്നാൽ മാത്രം പോരാ, അത് വളരെ വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള, വളരെ റോ ആയിട്ടുള്ള ട്രെയിനിങ് അവിടെ മൈസൂരൊക്കെയുള്ള യോഗാശാലയിൽ പോയി നിൽക്കുമ്പോൾ. കാരണം നമുക്ക് 10-12 പേരുണ്ടാവും, ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ താമസിക്കുക, ഒരു ബാത്റൂമേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു 5 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ മാറ്റിലേക്ക് വരണം. ഓക്കെ, അത് കുളിച്ച് ശുദ്ധമായിട്ട് വേണം മാറ്റിലേക്ക് എത്താൻ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ ദിവസവും, ഇതും യോഗ എന്ന് പറയുന്ന മാറ്റിൽ മാത്രമല്ലല്ലോ, പ്രാണായാമോ മറ്റേ യോഗാസനാസോ മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കർമ്മയോഗ ഉണ്ട്, അതും ചെയ്യണം. നമ്മൾ താമസിക്കുന്നവിടം വൃത്തിയാക്കുക, എല്ലാവരുടെയും പാത്രം കഴുകുക, അടുക്കള വൃത്തിയാക്കുക, ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഹോസ്റ്റൽ പോലെ ഞാൻ നിന്നുണ്ട് 2 മാസം. അപ്പോൾ വീട് വിട്ട് നിൽക്കുമ്പോൾ ബിജുവേട്ടൻ എൻ്റെ അടുത്ത് പറയും, ഇപ്പോൾ ചിന്നുവിന് വീട്, എൻ്റെ ഒരു സിനിമ വരുമ്പോൾ പറയും, അയ്യോ എൻ്റെ മോന് എനിക്ക് വീട്ടിലിരിക്കണം, എനിക്ക് ഇതാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ പറയും. എനിക്ക് കുക്കിംഗ് ആണ് ഇഷ്ടം, അങ്ങനെയൊക്കെ പറയും. പക്ഷേ 1.5 മാസം 2 മാസത്തോളം വീട് വിട്ട് നിന്ന് മൈസൂര് പോയി നിന്നിട്ട് അതും ഭയങ്കര ഹെക്ടിക് പ്രാക്ടീസാണ്. രാവിലെ ഒരു 2 hours, വൈകുന്നേരം 2 hours, പിന്നെ ഫിലോസഫി ക്ലാസ്, അനാറ്റമി ക്ലാസ്, ഇതെല്ലാം അറ്റൻഡ് ചെയ്യണം. അതെല്ലാം ചെയ്യാൻ ഒരു കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്, അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിനിമ എനിക്ക് ചെയ്യേണ്ട അങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ല. പക്ഷെ അത് അങ്ങനെ ആയിപ്പോയി. ഞാനതിൽ കൂടുതൽ കംഫർട്ടബിളായി. എനിക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു, മൂവീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവോൾവ് ആവണം. എനിക്ക് അതിനൊരു സ്പേസ് ഇല്ല എൻ്റെ ഉള്ളിൽ. ശരിക്കും ഞാൻ മധുര നൊമ്പരക്കാറ്റിൻ്റെ എന്നോ ഞാൻ കണ്ട സിനിമയാണേ. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് കണ്ടതെന്ന്. പക്ഷെ അതിൻ്റെ ക്ലൈമാക്സ് സീക്വൻസ് ഉണ്ടല്ലോ, എനിക്കിത് മറക്കാൻ പറ്റാത്തൊരു സീക്വൻസ് ആണ്. അതായത് ഇപ്പം ഇമോഷണലി നമുക്ക് കൊടുക്കണം എന്ന് അറിയില്ല, പെട്ടെന്ന് എനിക്ക് ആ സീനാണ് മനസ്സിൽ വന്നത്. വേ യു ലിറ്ററലി ലെറ്റ് ഗോ. ഇറ്റ് വാസ് സച്ച് എ ടഫ് സീൻ ടു ഡു. ആ സ്കൂളിലെ ആ സീക്വൻസ്, ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ സംതിങ്. ഐ ജസ്റ്റ് വോണ്ട് ടു യു ടു ഗോ ബാക്ക് ആൻഡ് ടെൽ മീ അബൌട്ട് ആ
ആ ഒരു സ്പേസ് മസ്റ്റ് ഹാവ് ബീൻ എക്സോസ്റ്റിംഗ് അല്ലേ എല്ലാം? അതെ അതെ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് വളരെ യങ് ആയിരുന്നു. എനിക്ക് കല്യാണം എന്താണ്, സ്നേഹം എന്താണ്, മദർഹുഡ് എന്താണെന്ന് അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഇരുന്ന കാലത്താണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം അതിൻ്റെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സിൻ്റെയും അവർക്കാണ് ഫുൾ ക്രെഡിറ്റ് പോവുക. മധുര നൊമ്പരക്കാരനൊക്കെ എൻ്റെ റൈറ്റർക്കാണ് ഫുൾ ക്രെഡിറ്റ് പോവുക. അത് അവരങ്ങനെ എന്നെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ആയി വന്നത്. അതല്ലാണ്ട് എനിക്കൊരു എക്സ്പീരിയൻസും അതിലില്ല. അത് അവർ പറഞ്ഞു തന്നത് ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. സിനിമ അതുപോലെ തന്നെ ടഫായിട്ടുള്ള അതെ ആയിരുന്നു. പക്ഷെ അതൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ എങ്ങനെ എന്നെ അതിലേക്ക് കൊണ്ടുവരണം എന്നറിയുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് എനിക്കത് വലിയൊരു ഗുണമായി ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ പഠിക്കുക തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഫിലിമിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വളരെ ഡെഡിക്കേറ്റഡാണ്. ഞാൻ ശരിക്കും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റായിരുന്നു. കാരണം എനിക്ക് ഒരിക്കലും ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, ഒരു കാര്യത്തിനും ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി മഴ നനയോ അങ്ങനത്തേനൊക്കെ ചിലപ്പോൾ എനിക്ക് അത്രയും അൺകംഫർട്ടബിൾ ആകുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ പറയാറുള്ളൂ. കാരണം മഴ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആണ് ഞാൻ കുറച്ചെങ്കിലും ഇങ്ങനെ ഈ മഴ ഇതാക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അതിൽ ഫുൾ ഞാൻ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡേ ആൻഡ് നൈറ്റ് വർക്കായിരുന്നു. മറ്റേ ലെനിൻ സാർ എപ്പോഴും ലേറ്റ് നൈറ്റ് ധാരാളം ഫുൾ നൈറ്റ് എടുക്കുന്ന ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഫുൾ നൈറ്റ് ഒരു 1 വീക്ക് അല്ല, ഒരു 10 ഡേയ്സോളായിട്ട് ഉറക്കമേ ഇല്ല. ഫുൾ നൈറ്റ് ഷൂട്ട്. രാവിലെ ഒരു 6 മണി 7 മണിയാകുമ്പോൾ നമ്മൾ റൂമിലേക്ക് വരും. എന്നിട്ട് നമ്മളൊന്ന് കുളിച്ചു ഫ്രഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കിടക്കാം. അപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് ഒരു 8 മണി 8 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ ലൊക്കേഷനിലെത്തണം. 8 മണി തൊട്ട് വൈകുന്നേരം 6 o'clock വരെ, ഈവനിങ് 6 o'clock വരെ ഷൂട്ട്. 6 o'clock വീട്ടിൽ വന്ന് ഈ പറഞ്ഞ പോലെ റൂമിൽ വന്നിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആവുക, ബാത്റൂമിലൊക്കെ പോയി ഒന്ന് കുളിച്ച് ശുദ്ധമാവുക, എന്നിട്ട് പിന്നെയും തുടങ്ങുക ഫുൾ നൈറ്റ്. അങ്ങനെയായിരുന്നു. പക്ഷേ ഒരു 10 days കഴിഞ്ഞപ്പം എനിക്ക് ഉറക്കമില്ലാണ്ടായപ്പം ഞാൻ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഡോക്ടർ വന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉറങ്ങാനുള്ളൊരു ഇഞ്ചക്ഷൻ തന്നിട്ടാണ് ഞാൻ ഉറങ്ങിയത്. അപ്പോൾ അങ്ങനത്തെ എക്സ്ട്രീം സിറ്റുവേഷൻസ് ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും എനിക്കൊരു കംപ്ലൈൻറ്റേ ഇല്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോശം വാക്ക് പറഞ്ഞാൽ പട്ടിപ്പണി എടുത്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ അതെന്നും ആ സ്ക്രീനില് ഇന്നും എനിക്ക് തോന്നുന്നു മലയാളികൾ അതൊക്കെയാണ് ആ പെർഫോമൻസ്. ചെറുപ്പമായതുകൊണ്ട് നമ്മളത് അങ്ങനെ അറിഞ്ഞില്ല. പക്ഷെ അത് ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മതിയായി. അതിൻ്റെ ഇടയ്ക്ക് നൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡാർക്ക്നെസ്, ലവ് ഓഫ് ഡാർക്ക്നെസ്, അതെന്തത്? ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ഡു യു ലൈക്ക് നൈറ്റ് മോർ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. അത് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പേടിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഡാർക്ക് എന്ന് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് എനിക്ക് ഡാർക്ക് എന്ന് പറഞ്ഞത്. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഏറ്റവും സേഫ് ആയിട്ട് ഇരിക്കുന്ന സ്ഥലം ഡാർക്ക്നെസ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആൻഡ് വെരി ഇൻട്രീഗിങ്. യോഗയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോഗയിലേക്ക് തിരിയാനുള്ള കാരണം എന്താണ്? കാരണം ഇറ്റ്സ് വെരി അൺയൂഷ്വൽ ഫോർ പലപ്പോഴും സ്റ്റാർ വൈബ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ദേ ഗെറ്റ് ഇൻ ടു, ഓഫ് കോഴ്സ് യു മാനേജിങ് എ ലോട്ട് ഓഫ് ബിസിനസ്സസ് ഓൺ യുവർ എൻഡ്. അതല്ലാതെ ഈ ഒരു സ്പിരിച്വൽ ബെൻഡിലേക്ക് അങ്ങനെ പോകുന്നവർ വളരെ കുറവായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു യോഗ? ആൻഡ് ഇത് ഇത്രയും വലിയൊരു എന്താ പറയുക, ഒരു ആങ്കറായിട്ട് മാറാനുള്ള കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും കല്യാണത്തിന് മുൻപ് തന്നെ ഞാൻ ശ്രീ രവിശങ്കറിൻ്റെ കോഴ്സ് ചെയ്തിരുന്നു. അപ്പോൾ മറ്റേ സുദർശനക്രിയ അതിൻ്റെ 2 കോഴ്സോ മറ്റോ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. ആക്ച്വലി കല്യാണം എൻ്റെ കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജിമ്മും അങ്ങനെയൊക്കെ ആയി. എനിക്ക് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹെൽസൺ എന്ന് പറഞ്ഞൊരു മാഷ് വന്നിരുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് പഠിപ്പിക്കുക ചെയ്തിരുന്നത്. ബീഹാർ സ്കൂൾ ഓഫ് യോഗയിൽ നിന്ന് പഠിച്ചു വന്ന മാഷാണ്. ആ മാഷാണ് അങ്ങനെയാണ് എനിക്ക് യോഗ ഇഷ്ടമായി തുടങ്ങിയത്. പിന്നെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ മാതിരി കുറച്ചൊക്കെ ജിമ്മ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിലും യോഗയും അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തു. പോളിസിസ്റ്റിക് ഓവറി കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ ഇടയ്ക്കൊരു 13 years ബാക്ക് യോഗ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൈവറ്റ് ഇൻസ്ട്രക്ടർ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, യോഗ ഇൻസ്ട്രക്ടർ കോഴ്സ്. അതൊരു പ്രൈവറ്റാണ്, തൃശ്ശൂർ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാനത് അങ്ങനെ ചെയ്തു. ഒരു 8 months കോഴ്സായിരുന്നു. അത് നമുക്കൊരു ടീച്ചറെ കൂടെ നമുക്ക് അസിസ്റ്റ് ചെയ്യാം.
പഠിപ്പിക്കാനായിട്ട്. അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് 13 years ബാക്ക് ഒരു ഇമ്മ്യൂണിറ്റി വന്നിരുന്നു, ഇഷ്യൂ വന്നിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വളരെ സീരിയസ് ആയിട്ട് യോഗ എടുത്തു തുടങ്ങി. അപ്പോൾ അതോടുകൂടി എനിക്കത് മാറി, ഇമ്മ്യൂണിറ്റി ഇഷ്യൂ മാറി, എനിക്ക് പോളിസിസ്റ്റിക് ഓവറി മാറി, എനിക്ക് തൈറോയിഡ്, എനിക്ക് ഫാമിലി ഹെറിഡിറ്ററി ആയിട്ട് തൈറോയിഡ് ഉള്ളവരാണ്. പക്ഷെ എനിക്ക് ടാബ്ലറ്റൊന്നും ദൈവാനുഗ്രഹിച്ച് ഇതുവരെ കഴിക്കേണ്ടി വന്നിട്ടില്ല. അത് ഇതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യോഗ ചെയ്ത് പിന്നെ സംയുക്തയുടെ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ബോഡി അതെങ്ങനെയാണ് മാറിയത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരം ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഇപ്പോൾ ഈ ഏജിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഓരോ ഘട്ടത്തിലും റിലാക്സ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞാനിപ്പോൾ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നെ തന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യാറില്ല. എനിക്ക് ചെയ്യണം തോന്നിയാൽ ഞാൻ ചെയ്യും, വേണ്ടാന്ന് തോന്നിയാൽ വേണ്ടാന്ന് തോന്നും. അപ്പം നമ്മുടെ ബോഡിയാണ് ആദ്യം എല്ലാ സിഗ്നൽസും തരിക. ഓക്കെ, എനിക്ക് എൻ്റെ ബോഡിയിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അധികം പേരും നമ്മുടെ ബോഡി നമുക്ക് തരുന്ന സിഗ്നൽസ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ മോയ്സ്ചറൈസേഴ്സ് ഒന്നും ഉപയോഗിക്കില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂ ഉണ്ടെങ്കിലൊക്കെ ഡ്രൈനെസ് ആദ്യം വരും. ഇതൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യവും അറിയില്ല. നമുക്ക് പിമ്പിൾസ് വരുന്നത് എന്തൊക്കെയോ ഹോർമോൺ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്, നമ്മുടെ ഭക്ഷണം ശരിയല്ലാത്തത് കൊണ്ടാണ്, നമ്മളുടെ സ്ട്രെസ്സ് കൊണ്ടാണ് നമുക്ക് ഉറക്കം വരാത്തത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ കുഴി വരാം. അതൊക്കെ എല്ലാം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും കണ്ണിൻ്റെ അടിയിൽ കുഴി വരാം. ഇതൊക്കെ നമുക്ക് വരുന്നത് നമ്മുടെ ശരീരം നമുക്ക് തരുന്ന സിഗ്നൽസാണ്. ഇതൊന്നും ഇഗ്നോർ ചെയ്തിട്ടാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ മോയ്സ്ചറൈസർ ഇടും, സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇടും, എല്ലാം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ബോഡി എനിക്ക് തരുന്ന സിഗ്നൽസ് ഞാൻ ഇതാക്കാറില്ല. വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ബോഡിക്ക് ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. അതിനറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്, എന്ത് കഴിക്കണം കഴിക്കണ്ട എന്നുള്ളത്. നമ്മൾ ചിലത് കഴിച്ചാൽ നമ്മുടെ ശരീരം വീർക്കും, ചിലത് കഴിച്ചാൽ നമുക്ക് വയറ് സുഖം ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കണില്ല അത്. കാരണം ഈ ബോഡി നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല, നമ്മുടെ അമ്മയുടെ വയറ്റിൽ തന്നെ ഉണ്ടായതാണ്. എന്തോ ഒരു ശക്തിയിൽ നമ്മൾ ഉണ്ടായതല്ലേ. നമുക്ക് ഈ കൈയും കാലും കണ്ണും എല്ലാം, നമ്മുടെ ശരീരം മുഴുവൻ ഉണ്ടായത് നമ്മുടെ അമ്മയുടെ വയറ്റിനകത്തുനിന്ന്. ആരെങ്കിലും എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടാണോ? അപ്പോൾ അത്രയും ശക്തിയും അത്രയും ഇൻ്റലിജൻസ് ഉണ്ട്. ഈ ബോഡി ഇൻ്റലിജൻസിനെ നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മൾ ഓവറായിട്ടൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് പാമ്പർ യുവർ ബോഡി ടു മച്ച്. അത് എക്സസൈസ് ആണെങ്കിലും അതെ, യോഗ പ്രാക്ടീസ് ആണെങ്കിലും അതെ, ഇനി സ്പാ പോലെയുള്ള ഇതാണെങ്കിലും ഒന്നും ഇങ്ങനെ ഓവറായിട്ട് എനിക്കിപ്പോൾ ഒക്കെ നമ്മൾ സ്ത്രീകൾ പറയില്ലേ, നമ്മൾ ലവ് യുവർ സെൽഫ്, ഗ്രൂം യുവർ സെൽഫ്. ഗ്രൂമിങ് ഇസ് ഓക്കെ. പക്ഷേ നമ്മളെ ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ അത് ഈ ടേക്ക് കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓവറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരം അത് നോക്കിക്കോളും, ചെയ്തോളും. അത് ഓവറായിട്ട് ചെയ്താൽ അതിൻ്റെ സിഗ്നൽസ് നമുക്ക് തരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അതുപോലെ ഈ മൈൻഡ് ബോഡി കണക്ഷൻ, ഇതിനെ എങ്ങനെയാണ് കാണുന്നത് സംയുക്ത? കാരണം എത്രയോ വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഹൗ ഡു യു സീ ദിസ് റിലേഷൻഷിപ്പ്? മൈൻഡും ബോഡിയും വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചില സമയത്ത് നമ്മുടെ മനസ്സ് ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരീരം അനുസരിക്കണം എന്നാണ് എൻ്റെ ഒരു തിയറി. ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അനുസരിക്കണം, ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അനുസരിക്കണം. ഞാൻ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ചില ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പറയും, ഇപ്പം എൻ്റെ അമ്മ പറയും, നോക്കൂ അത് വൃത്തിയായിട്ട ഭക്ഷണം കേട്ടോ, അത് തലേദിവസത്തെയാണേ കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇതെൻ്റെ ശരീരം ദഹിപ്പിച്ചോളും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുക. അതെൻ്റെ ശരീരം കേൾക്കണം. കേൾക്കാറൊന്നുമില്ല, ചിലപ്പോൾ ഒക്കെ നല്ല വയറിളക്കൊക്കെ വരും, അത് വേറെ കാര്യം. പക്ഷേ അതൊരു ശീലമാണ്. അത് നമ്മൾ ശീലിപ്പിക്കണം. നമ്മളെ തന്നെ അത് ദഹിപ്പിച്ചോളും. അതിനുള്ള ശക്തി നമുക്കുണ്ട്. നമുക്ക് ജഠരാഗ്നി ഉണ്ട്. നമ്മുടെ ജഠരാഗ്നി എന്നാ പറയുക അതിന്. നമ്മുടെ വയറ്റിൽ ദഹിപ്പിക്കാനുള്ള ശക്തിയെ നമ്മൾ ജഠരാഗ്നി എന്നാ പറയുക. ഈ അഗ്നി എപ്പോഴും ഉണ്ട് അവിടെ. ഇത് കെടുത്താൻ നോക്കണ്ട. അധികം പേര് ഇപ്പോൾ ചെറുപ്പക്കാർ ഭക്ഷണം കഴിക്കില്ല. ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഒരു ട്രെൻഡാണ്. എങ്ങനെയാണെന്നൊന്നും ആൾക്കാർക്ക് അറിയില്ല. പക്ഷേ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ, നമ്മൾ മലയാളികളുടെയൊക്കെ ഇടയിൽ, അല്ലെങ്കിൽ എല്ലാ റിലീജിയൻ ബേസിൽ നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഫാസ്റ്റ് ചെയ്യും. ഇപ്പം ഇസ്ലാം മതത്തിൽ ആ ഒരു
വ്രതമെടുക്കുന്ന സമയമുണ്ടല്ലോ, പകൽ മുഴുവൻ കഴിക്കില്ല, രാത്രി ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള സമയം നമുക്ക് ഈ ഏകാദശി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാസത്തിലൊരിക്കലോ ഒക്കെ നമുക്ക് വ്രതം എടുക്കാം. അങ്ങനെ അത്രേ ഫാസ്റ്റിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ ഡെയിലി എത്രയോ മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന കുറേ ദിവസങ്ങൾ, ചെറുപ്പക്കാരുടെ കാര്യമാട്ടോ ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജഠരാഗ്നി കെട്ടുപോകും. അതിന് നമ്മളിങ്ങനെ ദഹിപ്പിക്കാനുള്ളത് കഴിച്ചുകൊണ്ടിരിക്കണം, മറ്റേ ശരീരത്തിന് നല്ലതായിട്ടുള്ളത് കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, വല്ലാണ്ട് ഹോട്ടൽ ഫുഡ് കഴിക്കരുത് അങ്ങനെ എങ്ങനെയും പറയും. എന്തും കഴിച്ചാൽ ദഹിപ്പിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത് എപ്പോഴും നമ്മൾ ഈ നടക്കാൻ പഠിക്കുന്ന ഒരു കുട്ടി മറ്റേ ഓടാൻ പറഞ്ഞാൽ നടക്കില്ല. നടക്കും വീഴും, നടക്കും വീഴും, വീണാണ് നമ്മൾ പഠിക്കുക. അപ്പം നമ്മൾ പലതും കഴിക്കും, നമുക്ക് ദഹനം ശരിയാവില്ല, പക്ഷേ സമയമെടുത്ത് അതിലേക്ക് നമ്മൾ വന്നോളും. പക്ഷെ അതിന് കൂട്ടത്തിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസുകൾ, ജഠരാഗ്നി കൂട്ടാനുള്ളത് ഒക്കെ ചെയ്യണം. നമ്മളെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും യോഗ പ്രാക്ടീസും എല്ലാം കൂടിയും നടക്കില്ല. കുറച്ച് നമ്മളൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചില പഴയ നമ്മുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ വേണ്ട, അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നത് നല്ലതാണ്. സംബന്ധിച്ച് ഇപ്പം ഈ നമ്മൾ മൈൻഡ് ബോഡി കണക്ഷൻ്റെ കാര്യം തന്നെ യോഗയിൽ പറയുന്നത്, യോഗ ഐ പേഴ്സണലി ഫീൽ ഇസ് ഓൾ അബൌട്ട് ഹാർമണി. അതായത് നമ്മുടെ മനസ്സും ശരീരവും, സ്പിരിച്വൽ ആണെങ്കിൽ സ്പിരിറ്റും എല്ലാം കൂടിയുള്ളൊരു ഹാർമണിയാണ്. യോഗ കാരണം സംയുക്തയുടെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ മാറ്റം എന്താണ് വന്നിരിക്കുന്നത് ഫ്രം വാട്ട് യു വർ? യോഗയിൽ നിന്ന് വല്ല മാറ്റങ്ങൾ വളരെ സട്ടിലാണ്. പക്ഷേ സട്ടിലാണ്, ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രൊഫൗണ്ട് ആയിട്ടുള്ള. അല്ല, വളരെ സട്ടിലാണ്, വെരി സട്ടിൽ ചേഞ്ചസ്. ഇപ്പം നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആസനാസ് തന്നെയാണ് ഞാൻ കൂടുതലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചും കൂടി ബോഡി ഓറിയൻറ്റഡ് ആണ്. എനിക്കങ്ങനെ സ്പിരിച്വൽ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നാറുണ്ട്, നമ്മളിപ്പോൾ ഒരു പോസ്ചർ നിൽക്കണു, ഒരു ബാലൻസിങ് പോസ്ചർ നിൽക്കണു. ആ ബാലൻസിങ് പോസ്ചർ നിൽക്കുമ്പം നമ്മളുടെ കാല് വേദനിക്കണു, കൈ വേദനിക്കണു, നമ്മളുടെ ശരീരം ഇങ്ങനെ ചൂടെടുക്കും. ആ സമയത്ത് നമ്മൾ എത്ര റിലാക്സ്ഡ് ആണ് ഈ പോസ്ചർ കഴിയണവരെ, ഒരു 30 സെക്കൻഡ്സോ അങ്ങനെ എത്ര നമ്മൾ ബ്രീതിങ് ഇതാക്കണം. അപ്പോഴും നമ്മൾ ബ്രീതിങ്ങിൽ ശ്രദ്ധിക്കുമ്പോൾ ഇതേപോലൊരു സിറ്റുവേഷൻ നമ്മൾ ജീവിതത്തിലുണ്ടാവുമ്പോൾ എന്ത് നമ്മൾക്ക് പുറത്ത് വന്നാലും, നമ്മുടെ ശരീരത്തിന് എന്ത് വന്നാലും നമ്മുടെ ഉള്ളിൽ അതൊരു ശീലമാവും. നമ്മൾ കാമായിട്ടിരിക്കാൻ, സ്റ്റഡി ആയിട്ടിരിക്കാനും ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനുള്ള ഒരു ശീലം നമുക്ക് വരും. അതൊരു ഹാബിറ്റാവും. അതെനിക്ക് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ടെൻഷനുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ചില പോസ്ചറിൽ നിന്ന് വേഗം ഒന്ന് മാറി കിട്ടിയാൽ മതി എന്ന് തോന്നും. പക്ഷെ അതിൽ റിലാക്സ്ഡ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുക, ശീർഷാസനം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോസ്ചറാണ്. എനിക്ക് കുറച്ച് തടിയും കൂടി ഉള്ളതുകൊണ്ട് ആ പോസ്ചറിലേക്ക് നിൽക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ആദ്യമൊക്കെ നല്ലോണം ശരീരത്തിൻ്റെ വെയിറ്റ് എനിക്ക് വരുമായിരുന്നു. പക്ഷേ ആ പോസ്ചറിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊന്നും നിൽക്കാനും പാടില്ല കേട്ടോ. അതിന് നല്ലോണം ട്രെയിനിങ് എടുക്കണം, അതിന് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. കാരണം നമുക്ക് തുടയും നമ്മുടെ അരക്കെട്ടും കോർ സ്ട്രെങ്ത് ഉണ്ടാവണം, കൈ കഴുത്ത് എല്ലാ സ്ട്രെങ്ത് ആയാൽ മാത്രമേ നമുക്ക് കാല് പൊന്തുള്ളൂ. ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ നമ്മൾ ആ സമയത്ത് മൂലബന്ധം പെർഫോം ചെയ്യണം. എല്ലാവരും വിചാരിക്കുക തലയിലും കയ്യിലുമാണ് നമ്മൾ ശീർഷാസനം ബാലൻസ് ചെയ്യുന്നത്. എന്നല്ല, നമ്മൾ മൂലബന്ധം പെർഫോം ചെയ്യുമ്പോഴാണ്, അതായത് നമ്മുടെ കോറ് താഴെ മൂലബന്ധം പെർഫോം ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾക്ക് കാല് പൊന്തിയിട്ട് നമ്മൾ നിൽക്കുക. അപ്പം അവിടെ അതാണ് നമ്മുടെ വയറിന് താഴെയുള്ള ഭാഗത്താണ് നമ്മൾ ശരിക്ക് ടൈറ്റൻ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെയാണ് അതിൽ ചെയ്യുക. പക്ഷെ അതിൽ എപ്പോഴും എൻ്റെ മൈസൂരുള്ള എൻ്റെ മാഷ് പറയും, ആദ്യം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് തടി ഉണ്ടായിരുന്നു. അന്ന് ഫസ്റ്റ് ഞാൻ അവിടെ പോകുന്ന സമയത്ത് എനിക്ക് ഇത്ര സ്ട്രെങ്ത്ത് ഇല്ല, തടിയും ഉണ്ട്. അപ്പോൾ മാഷ് എപ്പോഴും പറയും സ്ട്രെങ്ത്ത് നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഒരു മാസമൊക്കെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അവരുടെ പ്രാക്ടീസ് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ സ്ട്രെങ്ത്ത് വന്നു. പക്ഷേ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാഷ് പറയും, നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ഒരു പ്രത്യേക പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാലൻസിലേക്ക് എത്തും. ആ ബാലൻസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിറ്റ് ഇല്ല. അത് ചെയ്യുന്നവർക്കറിയാൻ പറ്റും. ആ വെയിറ്റ് നമ്മൾ അനുഭവിക്കില്ല. നമുക്ക് കഴുത്തിനൊന്നും വെയിറ്റ് ഇല്ല. ആ വെയിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പോസ്ചറിൽ എങ്ങനെ റിലാക്സ് ചെയ്യണം എന്നാണ് പഠിക്കേണ്ടത്. അപ്പം നമ്മൾ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കൈവേനിക്കും, നമ്മൾ വയറിൻ്റെ അവിടെ നമ്മൾക്ക് കാല് ഒക്കെ നമ്മൾ അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ നിന്നിട്ടാണ് ഞാൻ
പെരുവിരൽ തൊട്ട് തലവരെ ഞാൻ റിലാക്സ് ചെയ്യാം. അപ്പോൾ അതൊരു അത്ര സമയം എനിക്കില്ല, അത്ര നേരമൊന്നും നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷെ അത് ആ റിലാക്സേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ ഒരു പോസ്ചറിൽ നിന്ന് നമ്മൾ റിലാക്സ് ചെയ്യാൻ നമ്മൾ എല്ലാ പോസ്ചറും ഇങ്ങനെ ചെയ്തു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫിലും നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഉള്ളിൽ റിലാക്സ് ചെയ്യാൻ പഠിക്കും. അതൊരു ഹാബിറ്റ് ആവും. വാസ് ദർ എനി എക്സ്പീരിയൻസ് പേഴ്സണൽ ലൈഫിൽ ദാറ്റ് ഇങ്ങനെ ഒരു പ്രാക്ടീസിൽ നിന്ന് സപ്പോർട്ട് എടുത്ത ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ സമയത്ത്? അഷ്ടാംഗവിന്യാസ എന്ന് പറയുന്നത് കുറച്ച് ഡൈനാമിക് പ്രാക്ടീസാണ്. ഞാൻ മൈസൂർ പൊതുവെ ഹഠയോഗയാണെങ്കിലും അഷ്ടാംഗവിന്യാസയാണെങ്കിലും വളരെ ഡൈനാമിക് ആണ് പ്രാക്ടീസുകളാണ്. മൂവ്മെന്റ് ഉണ്ട് അല്ലേ? ഡൈനാമിക് മൂവ്മെന്റ് ആണ്. ഇപ്പം നമ്മൾ ശിവാനന്ദ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ റിലാക്സിങ് ആണ്, കുറച്ചുകൂടി മെഡിറ്റേറ്റീവ് ആണ്. നമ്മൾ ഓരോ പോസ്ചറിൽ നിൽക്കുമ്പോഴും നമ്മൾ ആ പോസ്ചറിൽ മെഡിറ്റേഷനാണ് ചെയ്യുക. ഭയങ്കര സുഖമാണ് അത് ചെയ്യാൻ, പക്ഷെ നല്ല ബുദ്ധിമുട്ടുമാണ് അതേസമയം. കാരണം നമ്മളിപ്പോൾ ത്രികോണാസനയിൽ നിന്നു അല്ലെങ്കിൽ പശ്ചിമോദനാസന അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മാഷ് പറയും റിലാക്സ് ചെയ്യൂ, അതിലങ്ങോട്ട് കണ്ണടച്ചങ്ങോട്ട് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് പിന്നെ അനങ്ങാൻ പാടില്ല അവിടുന്ന്, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല, സുഖമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക ആ പോസ്ചറിൽ. അവിടെ അങ്ങോട്ട് മെഡിറ്റേഷനിലേക്ക് പോകണം. മെഡിറ്റേഷനിലേക്കൊന്നും അങ്ങനെ പോകാനൊന്നും സാധിക്കില്ല, പക്ഷെ എന്നാലും അതാണ് ഇമ്പോർട്ടൻറ്റ്. അഷ്ടാംഗവിന്യാസ പോലുള്ള പ്രാക്ടീസ്, അതേപോലെ ഡൈനാമിക് ആയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത രീതിയിൽ ചില നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പലതും പ്രശ്നമാവും. അത് നമുക്ക് പലതും ഈ സ്വപ്നം കാണുന്നതും ഒരേപോലെ സ്വപ്നം കാണുന്നതും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. രമേശ് ഷെട്ടിയുടെ ക്ലാസ്സിൽ, മൈസൂർ രമേശ് സാറിൻ്റെ ക്ലാസ്സിൽ ഞാനുണ്ട്, എൻ്റെ കൂട്ടത്തിലൊരു കനേഡിയൻ ഉണ്ട്, പിന്നെ ഒരു അമേരിക്കൻ ലേഡി, ഒരു വേറൊരു ലേഡി ഉണ്ടായിരുന്നു, ഒരു ഗ്രീക്ക് ഗേൾ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഒരു കന്നഡിക, ഒരു തമിഴ് ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ബിന്ദു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെ എല്ലാവരും കൂടി ഒരു 7-8 പേരോ 12 പേരോ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് മാഷ് പറഞ്ഞു ഇവിടെ നോൺ വെജ് ശാലയിൽ കഴിക്കാൻ പാടില്ല, നോൺ വെജ് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് സാറ്റർഡേ ആണ്, ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പം ഞങ്ങളെല്ലാവരും പിസ്സ ഓർഡർ ചെയ്തു. അപ്പോൾ പിസ്സ ഓർഡർ ചെയ്തപ്പോൾ പുറമേ വന്നിട്ടുള്ള പുറം നാട്ടുകാരികൾക്ക് കുറച്ച് നോൺ വെജ് ഒക്കെ കഴിക്കണം എന്ന്, ഞങ്ങളെല്ലാവരും കഴിക്കണവരാണ്. അപ്പം ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ പിസ്സയിൽ ഉള്ള അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ കഴിച്ചു. അത് കഴിക്കാൻ പാടില്ലാത്തതാണ്, ഈ മൈദ, ചീസ് അങ്ങനത്തെ ഒന്നും ആ സമയത്ത് കഴിക്കരുത്. അത്രയും പ്രാക്ടീസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടൈം. പക്ഷെ അന്ന് നൈറ്റ് ഞങ്ങളെല്ലാവരും ഒരേ ഒരു സ്വപ്നം കണ്ടു. ഒരു സ്വപ്നം ആ ശാലയിൽ ഞങ്ങൾ കണ്ടു. അതെനിക്ക് വളരെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞങ്ങളൊക്കെ കണ്ടത് ഒരു ലോങ് ഹെയർ ഉള്ള ഒരു സ്ത്രീ. അപ്പോൾ ആ സ്ത്രീ വേറൊരു സ്ത്രീയെ തലമുടി ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോവുക, അങ്ങനെ കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരു മറ്റേ കാനഡയിൽ നിന്ന് വന്നിട്ടുള്ള ആ കുട്ടി വിചാരിച്ചു സംയുക്തയാണ് അത് വിചാരിച്ചു. അപ്പോൾ സംയുക്ത എന്താ രാത്രി ഇങ്ങനെ ശാലയുടെ ഹാളിൽ ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണേ എന്നീ കുട്ടി വിചാരിച്ചു എന്ന്. എന്നിട്ട് വിളിച്ചു എന്ന് എൻ്റെ പേര്. അപ്പോൾ ബ്ലാക്ക് ഹെയർ കണ്ടുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ വിചാരിച്ചത്. വിളിച്ച് തിരിഞ്ഞു നോക്കിയപ്പം എന്താ പറയുക, സ്കിന്നൊന്നുമില്ല, മാംസമൊന്നുമില്ല, പിന്നെ പകുതി സ്കള്ളും പകുതി എന്തോ കണ്ണും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് വല്ലാണ്ട് പേടിയായി. ഈ കൂടെ ഒരു സ്ത്രീയെ ഇങ്ങനെ മുടി ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അവരുടെ പകുതിയില്ല. ഒരു ഹൊറർ മൂവിയൊക്കെ കാണുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാനത് അപ്പോൾ അങ്ങനെ ഈ കുട്ടി പറഞ്ഞു. ഇതേപോലെ തന്നെ ഒരു രൂപം ആ കുട്ടിയുടെ റൂംമേറ്റും കണ്ടു. ഇത് തന്നെ ഇതേപോലത്തെ ഒരു കറുത്ത തലമുടി ഇങ്ങനെ അഴിച്ചിട്ട് അങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീ. എൻ്റെ മറ്റേ ഫ്രണ്ടും കണ്ടു. ആ ഒരു പയ്യനായിരുന്നു. ആ പയ്യൻ പറഞ്ഞു സംയുക്ത നടക്കണ മാതിരി എനിക്ക് തോന്നി, പക്ഷെ സംയുക്ത അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ആ കുട്ടിക്ക് പനിയായി, എന്തായാലും രാത്രി പനിച്ചു. എൻ്റെ റൂമിനകത്തും ഞാൻ കണ്ടു ഇതേ സമയത്ത്. ഞങ്ങളെല്ലാവരും കണ്ടത് ഒരേ സമയത്ത്. അതിനെന്താ എക്സ്പ്ലനേഷൻ? പക്ഷെ ഞാൻ കണ്ടത് ഞാൻ വളരെ ഭയങ്കരമായിട്ട് പേടിച്ചൊരു രൂപമാണിത്. കാരണം ഞാൻ നോക്കിയപ്പോൾ ഞാൻ തന്നെ ഫുൾ മുടിയൊക്കെ കഴിച്ചിട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ കണ്ണാടിയാണോ, അതെനിക്ക് തോന്നണതാണെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും കണ്ടു എൻ്റെ അതേ രൂപത്തിലൊരു എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നണത്
പിസ്സ പോലെയുള്ള ഭക്ഷണങ്ങൾ വളരെ ഇതാണ്, ജങ്ക് ഫുഡാണ്. അതെ. അപ്പോൾ ഇത്രയും പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും വയറിന് പ്രോബ്ലം, ഈ വയറെന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഗ്യാസ് കയറിയാലും നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോ സ്വപ്നങ്ങൾ കാണും. ഞങ്ങളെല്ലാവരും ഇത് കണ്ടു. അപ്പൊ ഗുരു എന്താ പറഞ്ഞത് ഇത് കേട്ടിട്ട്? ഞങ്ങളാരും പറഞ്ഞില്ല, കാരണം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് കഴിച്ചു എന്നുള്ളത്. കഴിക്കരുതെന്ന് പറഞ്ഞിട്ടല്ലേ മാഷ് പോയത്. ഞങ്ങൾ രാത്രി ഒരു 7 മണി 8 മണി സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ ഒരു പിസ്സ ഓർഡർ ചെയ്തു. പിസ്സയാണെങ്കിൽ വെജിറ്റേറിയൻസിനും കഴിക്കാം, നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാം എന്നൊക്കെ വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. ഏതായാലും ഞങ്ങൾക്ക് ആർക്കും പിടിച്ചില്ല, അതുകൊണ്ടായിരിക്കണം. പിന്നെ എനിക്ക് തോന്നുന്ന ഇമാജിനേഷനും കുറച്ച് കൂടും തോന്നാറ് ഇതൊക്കെ. അപ്പം ബേസിക്കലി യോഗ ലൈഫിലേക്ക് വന്നതോടെ ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി റൂട്ടീനും ചിട്ടകളും ജീവിതശൈലിയും കാഴ്ചപ്പാടുകളൊക്കെ മാറിയെന്ന് പറയാം. ഇല്ല ഇല്ല അതാണ് ഏറ്റവും വലിയ രസം. അല്ല അതൊട്ടുമില്ല, അതാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ മാതിരി എനിക്ക് ഇഷ്ടം, ഞാൻ എന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് നോൺ വെജ് കഴിക്കണമെന്ന് വെച്ചാൽ ഞാൻ കഴിക്കും, ഐസ്ക്രീം കഴിക്കണം വെച്ചാൽ കഴിക്കും. പക്ഷേ ഈ ഏജിൻ്റേതായിട്ടുള്ള മെറ്റബോളിസം നമ്മുടെയൊക്കെ കുറഞ്ഞു, എൻ്റെയൊക്കെ കുറഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഒരു നിയമം മുഴുവനായിട്ട് ഫോളോ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പല കാര്യങ്ങളിലും മുഴുവനായിട്ടുള്ള ബെനിഫിറ്റ്സ് ഞാൻ അറിയാത്തത്. ഞാൻ ഈഷാ ക്രിയാസ് പഠിച്ചിരുന്നു. അപ്പോൾ ഈഷാ ക്രിയാസ് എനിക്ക് ശാംഭവി മഹാമൂദർ ഒരു മാജിക് മാതിരിയാണ്. എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈഷാ ക്രിയാസ് എന്ന് പറയുന്നത്, ഈഷ എന്ന് പറയുന്നത് അറിയാലോ, അറിയാലോ, ഈഷ ഫൗണ്ടേഷനിൽ സദ്ഗുരുവിൻ്റെ ഈഷ ഫൗണ്ടേഷനിൽ ക്രിയായോഗയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അവിടെ പോയി മറ്റേ സൂര്യക്രിയ, അംഗമർദ്ദന, ശാംഭവി മഹാമുദ്ര ഒക്കെ പഠിച്ചു. അവിടുത്തെ ഈശാ യോഗാസനാസും ഞാൻ പഠിച്ചു. അപ്പോൾ അതിൽ ശാംഭവി മഹാമുദ്ര എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഇന്നർ എഞ്ചിനീയറിങ്. അതിനതാണ് ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എനിക്കൊരു മാജിക് പില്ല് കഴിച്ച മാതിരി എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്, അതെനിക്ക് അന്ന് തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ചില നിയമങ്ങളുണ്ട് അവിടെ ഈ ചായ കാപ്പി കുടിക്കരുത്, മറ്റേ അങ്ങനത്തെ ചില ചിട്ടകളുണ്ട്. അതൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരാറുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സംശയങ്ങൾ ചോദിക്കട്ടെ. ഇപ്പോൾ യോഗയെക്കുറിച്ച് ബേസിക്കായിട്ട് ആൾക്കാർക്ക് തോന്നുന്നതാണ്, യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വണ്ണം കുറയാൻ സാധ്യതയുണ്ട്, മരുന്നുകൾ കുറച്ച് മതി. ഇതൊക്കെ കറക്റ്റാണോ? അത് യോഗ ഒരു സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് റീപ്ലേസ്മെൻ്റ് ആണോ? അതുകൊണ്ട് എനിക്കൊരു സംശയം. കാരണം യോഗയും സ്ട്രെങ്ത് ട്രെയിനിങ് വൺ ഓർ ദി അതർ ആക്കാൻ പറ്റുമോ, അതോ രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകണം? ആസ് എ പ്രാക്ടീഷണർ വാട്ട് ഡു യു സജസ്റ്റ്? യോഗ പലതരത്തിലുണ്ട്. ക്രിയായോഗയുണ്ട്, ഹഠയോഗയുണ്ട്. ഹഠയോഗ തന്നെ ശിവാനന്ദ പ്രാക്ടീസിൽ വ്യത്യാസമുണ്ട്, ബീഹാർ സ്കൂൾ ഓഫ് യോഗയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ശിവാനന്ദ ട്രിവാൻഡ്രത്തുള്ള അത് കുറച്ചും കൂടിയും ചൂട് സ്ഥലങ്ങളുള്ള, നമുക്കൊക്കെ നാട്ടിൽ അത്ര തണുപ്പില്ലല്ലോ. കേരളത്തിൽ തണുപ്പ് അങ്ങനെ അധികം തണുപ്പില്ലാത്ത നാടുകളിലാണ് ശിവാനന്ദ കൂടുതൽ എഫക്റ്റീവ് ആവുക. കാരണം നമുക്ക് ശരീരം കൊണ്ട് വളരെ കാമായിട്ട്, മറ്റേ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ശരീരത്തിന് ചൂട് ജാസ്തിയാക്കില്ല. അങ്ങനത്തെ പ്രാക്ടീസാണ് ശിവാനന്ദ. ബന്ധാസ് ഒക്കെ വളരെ കുറവാണ്. മറ്റേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ പോസ്ചറിലും നിന്ന് നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകുന്ന രീതിയാണ് ശിവാനന്ദയിൽ. ബ്രീത്തിങ് പ്രാണായാമങ്ങൾ കൂടുതൽ ഇതാവും. പക്ഷേ മൈസൂർ ഭാഗത്ത് ഉള്ളത് അഷ്ടാംഗ വിന്യാസ എന്ന് പറയുന്നത് വളരെ ഡൈനാമിക് പ്രാക്ടീസാണ്. അപ്പോൾ അഷ്ടാംഗ വിന്യാസയാണ്, അഷ്ടാംഗ യോഗയല്ല. അഷ്ടാംഗ യോഗ വേറെയാണ്, അത് യമനിയമാസനം പ്രാണായാമം അതാണ് പറയുക. പക്ഷെ അഷ്ടാംഗ വിന്യാസ എന്ന് പറയുന്നത് ഓരോ പോസ്ചർ കഴിഞ്ഞാലും ഒരു വിന്യാസം വരും. വിന്യാസം വരിക, അത് ചതുരംഗ ദണ്ഡാസന, ഊർധ്വമുഖ ശ്വാനാസന, അധോമുഖ ശ്വാനാസന, അങ്ങനെ വരുന്ന, അതായത് ഒരു വിന്യാസമാണ്. ആ ഒരു ഫ്ലോ ഉണ്ട്. അതൊരു ഈ മൂന്നുമാണ് വരിക. അടുത്തതിലേക്ക് വരുമ്പോൾ അത് നിർത്താണ്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ബോഡി ഹീറ്റ് ആവും. അത് ബോഡി ഹീറ്റ് ആവും. മാത്രമല്ല വിന്യാസയിൽ നമ്മൾ ഉജ്ജയ് പ്രാണായാമത്തിലാണ് ഫുൾ വിന്യാസം ചെയ്യുക. അതായത് ഉജ്ജയ് പ്രാണായാമം എന്ന് വെച്ചാൽ വെയ്ഡർ ബ്രീത്തിങ് എന്ന് പറയും. എന്താ പറയുക, വെയ്ഡർ ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ തൊണ്ടയിൽ കൂടെ ശബ്ദം ഉണ്ടാക്കുക. ഉജ്ജയ് പ്രാണായാമം തൊണ്ടയിൽ കൂടിയാണ് ശബ്ദം വരിക. അതിലാണ് അത് ഭയങ്കരമായിട്ട് ചൂട് ജാസ്തി ആയിക്കണ പ്രാക്ടീസാണ്. അപ്പോൾ ഒരു സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് വേറൊരു സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യാം. അത്
എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അഷ്ടാംഗ വിന്യാസം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മാസ്കുലിൻ എനർജിയാണ് കൂടുതലായിട്ട് വരിക, കുറച്ച് മാസ്കുലിനിറ്റി വരും നമുക്ക് കുറച്ച്. ആ എനർജിയാണ് ഹൈ ആയിട്ട് എനിക്ക് നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. കാരണം നമ്മുടെ അപ്പർ ബോഡിക്ക് കൂടുതൽ പ്രാധാന്യം. ഈ ചതുരംഗ ദണ്ഡാസന എന്ന് പറയുന്നത് ഹാഫ് പുഷപ്പ് പോസ്ചറാണ്. അതിൽ നിന്ന് നമ്മൾ നേരെ ഊർധ്വമുഖ ശ്വാനാസന എന്ന് പറയുന്നത് ഫുൾ ബോഡി സ്ട്രെച്ചാണ്. അത് കഴിഞ്ഞ് അധോമുഖ ശ്വാനാസന, പാർവതാസന എന്ന് നമ്മൾ ഹഠയോഗയിൽ പറയും. അതിലേക്ക് വരുമ്പോൾ അപ്പം നമ്മൾ ഫുൾ ശരീരം, ശരീരത്തിന് ശക്തി വേണം. കയ്യിനും കാലിനും കോറിനും എല്ലാം ശരീരഭാഗങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിലേ വിന്യാസം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 1.5 മണിക്കൂറൊക്കെ ചെയ്തിരുന്ന, പക്ഷേ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഏജിൻ്റെ ഒരു 40+ ആയതിനു ശേഷം എനിക്ക് 1.5 ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു അരമണിക്കൂർ ചെയ്യാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യാണ്. അതുകൊണ്ട് ഞാനിപ്പം സ്ട്രെങ്ത് ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അഷ്ടാംഗ വിന്യാസ പ്രൈമറി സീരീസ് മറ്റേ ചെയ്യാൻ തന്നെ യോഗ ചികിത്സ എന്നാണ് പറയുക പ്രൈമറി സീരീസിനെ. അതുപോലും എനിക്ക് 1.5 മണിക്കൂർ ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അത്രയും വേണ്ട, അറ്റ്ലീസ്റ്റ് 1 അവറെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തു തുടങ്ങിയത്. അതായത് വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്തു, വെയ്റ്റ്സ് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന്റെ കാര്യം നമ്മൾ പറയുന്നത് എപ്പോഴും യോഗയും വെയിറ്റ് ലോസും ഒന്നിച്ച് പറയാറുണ്ട്, പക്ഷെ അത് ശരിയാണോ? അതല്ല, അത് എന്താ അറിയൂ, പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് യോഗ വെയിറ്റ് ലോസിന് ആളതാണ് എന്നാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടാംഗ വിന്യാസം ചെയ്താൽ വെയിറ്റ് ലോസ് ഉണ്ടാവില്ല, മസിൽസ് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. ഒരിക്കലും വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. വെയിറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ബേൺ ഔട്ടായി പോകണതാണ്. നമ്മൾ ചൂട് ജാസ്തിയായിട്ട് നമ്മൾക്ക് ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശം വറ്റി പോകുമ്പോഴാണ് ഇങ്ങനെ മെലിഞ്ഞ് ഉണങ്ങുക നമ്മൾ വിന്യാസയൊക്കെ പോലെയുള്ള പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് നറിഷ്ഡായിട്ട് നമ്മൾ ധാരാളം വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയാണ് നമ്മൾ ഇതാക്കേണ്ടത്. പിന്നെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് എന്തിനാണ് ഇപ്പോൾ ആൾക്കാർ ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബുദ്ധിയില്ലാത്ത സമയത്ത് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഞാൻ വെയിറ്റ് ലോസിന് ശ്രമിച്ചിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിന് ശേഷം ഇത് ശരിക്കും എൻ്റെ ശരീരം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഒരിക്കലും വെയിറ്റ് ലോസിന് ഞാൻ മുതിർന്നിട്ടില്ല. നമ്മുടെ ശരീരപ്രകൃതം വളരെ ഇമ്പോർട്ടൻ്റാണ്. പിത്തപ്രകൃതം, വാദം, മറ്റേ കഫം, അങ്ങനെയൊക്കെയുള്ള പ്രകൃതങ്ങളുണ്ടാവും. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല. പക്ഷേ ആ പ്രകൃതം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാക്ടീസുകൾ ചെയ്യണം. നമ്മൾ പിത്തപ്രകൃതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ജാസ്തിയാവണത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ അഷ്ടാംഗ വിന്യാസ പോലത്തെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ ചൂട് ജാസ്തിയാവും. അപ്പോൾ കോർട്ടിസോൾ കൂടും. ചൂട് ജാസ്തിയാകുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ബ്ലോട്ടിങ് വരും. അപ്പോൾ അതൊക്കെ ഉണ്ട്, എനിക്കിത് അറിയാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ലുക്സിനല്ല ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണേ. ഞാൻ എന്താണോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ബ്രീത്തിങ്, നമ്മുടെ ബ്രീത്തിങ്ങിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ശരീരം കൂട്ടാനും, അത് ശരീരപ്രകൃതം അറിയണം, ജീവിക്കുന്ന സ്ഥലം അറിയണം. ഏത് സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്, ചൂടുള്ള സ്ഥലത്ത്, തണുപ്പുള്ള സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലം അറിയണം. ആ സ്ഥലത്ത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ബ്രീതിങ്ങും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്താൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയും. പക്ഷെ എനിക്ക് അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. എനിക്കതല്ല ഇമ്പോർട്ടൻ്റ്. കാരണം എനിക്ക് മറ്റുള്ളവർ കാണുമ്പോൾ ഞാൻ മെലിഞ്ഞിരിക്കണം എന്നതാണെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ യോഗ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പം ഇഷ്ടംപോലെ ക്ലിനിക്സ് ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ സർജിക്കലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇഷ്ടംപോലെ. ഫാറ്റ് മാത്രം എടുത്ത് കളയണോ? എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാമല്ലോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ശരീരം മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് ഇവിടെ ഉണ്ട്. മാത്രമല്ല എനിക്ക് അത് നല്ലൊരു സുഹൃത്തും ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. നിലൂഫർ എന്ന് പറയുന്ന ഒരു കുട്ടി, ദെയർഫോർ ഐ ആമിൻ്റെ ഓണർ. ആ കുട്ടി ശരിക്കും നിലു ചെറിയ കുട്ടിയാണ്. നിലുവിൻ്റെ അമ്മ നിമ്മിയാൻറ്റി എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. എന്നെ കല്യാണത്തിന് ഒരുക്കിയത് നിമ്മിയാൻറ്റിയാണ്. എൻ്റെ ചെറിയമ്മയും നിമ്മിയാൻറ്റിയും വലിയ അടുപ്പായിരുന്നു. അപ്പം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴത്തേക്ക് നിമ്മിയാൻറ്റിയുടെ അടുത്ത് പോകും. അപ്പം നിമ്മിയാൻറ്റിയുടെ മോളാണ് നിലുഫർ. അപ്പം ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ടില്ല എന്നല്ല, ഞാൻ പോയിട്ടുണ്ടാകും. നിലുഫറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തോ ഇങ്ങനെ സ്കിന്നിൻ്റെ കാര്യം അങ്ങനെ എന്തോ ചോദിക്കുമ്പോൾ ഈ കുട്ടി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും പറയണേ. അപ്പുറത്ത് വേറെ ആരൊക്കെയോ വന്നു, ആ കുട്ടി അവരോടും ഈ കുട്ടി പറയുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുക കുട്ടീൻ്റെ അടുത്ത്, എന്തിനാണ് ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഇത് കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല, മുടി ഉണ്ടല്ലോ, മുടി വെറുതെ പോകണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ മോളെ ബിസിനസ് നടക്കണേ എന്ന് പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു പാഷനാണ്. അപ്പോൾ അങ്ങനത്തെ
എനിക്ക് അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങളുണ്ട്. വേണ്ടത് അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ, നമുക്ക് ചേഞ്ചസ് വരുത്താൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ പ്രൊഫഷൻ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എനിക്കതിൻ്റെ ആവശ്യമില്ല. വെയിറ്റ് ലോസ് എന്നല്ല, എനിക്കങ്ങനെ എൻ്റെ ലുക്സിന് വേറെ ഒരാൾ കണ്ടിട്ട് അത് ഇതാക്കുന്ന എനിക്ക് ആ ലുക്സിന് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഒരു യോഗ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന അതിൻ്റെ റെലവൻസ് എന്താണ് ആസ് എ യോഗ പ്രാക്ടീഷണർ? യോഗ പ്രാക്ടീഷണർക്ക് യോഗ ഡേ എന്നൊരു ഡേ ഇല്ല. എല്ലാ ദിവസവും യോഗ ഡേ ആണ് എല്ലാവർക്കും. അന്നൊരു പ്രാധാന്യം ഈ പറഞ്ഞ പോലെ ചെയ്യാതിരിക്കുന്നവർക്ക് ചെയ്യാൻ, അതല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്നിച്ചു കൂടാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ അവയർനെസ് ജനറേറ്റ് ചെയ്യാനും. അത് ഓഫ് കോഴ്സ്, അത് ഡെഫിനറ്റ്ലി അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ കുറേ കാലങ്ങളായിട്ട് കാണാതിരിക്കുന്ന കുറേ പ്രാക്ടീഷണേഴ്സ് ഉണ്ടാവും. നമ്മളൊക്കെ ഇപ്പോൾ ഞാനൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് പ്രാക്ടീസ് ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പല സ്ഥലങ്ങളിലാണ്. അപ്പം യോഗ ഡേയുടെ അന്ന് ഞങ്ങളെല്ലാവരും കൂടി മാഷിൻ്റെ അടുത്തൊന്ന് പോയി ഒന്ന് മീറ്റ് ചെയ്തു, സംസാരിച്ചു. അപ്പോൾ അത് ഭയങ്കര സുഖമാണ്. നമുക്ക് എൻ്റെ കാര്യം ഞാൻ പറയുന്നത് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിരിക്കും. അവർ പറയുന്നതും നമുക്ക് മനസ്സിലാവും, ഇവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ്. യോഗ പഠിക്കുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ കുറച്ച് നാൾ യോഗ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് മിസ്സസ് മനീഷ സോനിയാണ് എനിക്ക് പറഞ്ഞത്. അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കന്ന് മനസ്സിലായി. ഫോർ യു ഈ ഗുരൂസിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു അസോസിയേഷൻ അതെങ്ങനെയായിരുന്നു? അത് ശരിയാണ് ധന്യ പറഞ്ഞത്. എനിക്കെപ്പോഴും ഞാൻ ഡെയിലി എല്ലാ ദിവസവും ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ അവരെ പഠിപ്പിച്ചു തന്നതും അവർ പറഞ്ഞു തന്നതും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓർക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ മൈസൂര് ഞാൻ രമേശ് ഷെട്ടി എന്ന് പറഞ്ഞ ടീച്ചറുടെ അടുത്താണ് ആദ്യം ഹഠയോഗ പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ 13 years back ടീച്ചേഴ്സ് ട്രെയിനിങ് എടുത്തത്. അതിന് മുൻപാണ് ഞാൻ അവിടെ യോഗ റിട്രീറ്റ്സ് ഉണ്ട് മൈസൂര്, യോഗ വെക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ പോയപ്പോഴാണ് ഈ ടീച്ചേഴ്സിനെ പരിചയപ്പെട്ടത്. പക്ഷെ രമേശ് ഷെട്ടിയുടെ ശാലയിൽ പോയി പഠിച്ചതാണ് ഞാൻ. പിന്നെ പ്രവീൺ സോമു ഹഠയോഗ കേന്ദ്ര, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ഹഠയോഗയുടെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങും അഷ്ടാംഗ വിന്യാസയുടെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങും കോഴ്സും എടുത്തത് അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ്. പിന്നെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ ശരിക്കും ഗൈഡ് ചെയ്യുന്നത് വാസുമാഷാണ്. കൈതപ്രം വാസുദേവൻ നമ്പൂതിരിപ്പാട് അദ്ദേഹമാണ് എന്നെ ശരിക്കും ഇവിടെ കേരളത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾക്കും എന്നെ ഗൈഡ് ചെയ്യുന്നത്. അദ്ദേഹം ശിവാനന്ദ സ്കൂളിലൊക്കെ യോഗ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അദ്ദേഹമാണ് എന്നെ ഇവിടെ എപ്പോഴും ഗൈഡ് ചെയ്യാറ്. പിന്നെ അനിൽ മാഷ് തൃശ്ശൂർ തന്നെയുള്ളതാണ്. അനിൽ മാഷും എന്നെ പഠിപ്പിക്കാറുണ്ട്. ഹെൽസൺ എന്ന് പറഞ്ഞിട്ടൊരു മാഷാണ് എന്നെ പണ്ട് വീട്ടിൽ വന്ന് പഠിപ്പിച്ചത്. ഇവരൊക്കെ എൻ്റെ ടീച്ചേഴ്സാണ്. ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളും നമ്മളെ ഗൈഡ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് വളരെ പ്രധാനമാണ്. ഞാൻ എന്നും നൈറ്റ് ഒരു നിമിഷമെങ്കിലും ദൈവം പോലെ തന്നെ ഭഗവാന്റെ പോലെ തന്നെ ഞാനൊന്ന് എൻ്റെ ഗുരുവിനെ ഞാനൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് സദ്ഗുരുവിനെയാണ്. ഞാൻ എപ്പോഴും ഞാൻ കിടക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ എനിക്ക് ആലോചിക്കാറുണ്ട്. ഈ യോഗ സ്പിരിച്വൽ ആക്കും എന്ന് പറയുന്നത് ശരിയാണോ? ഒരു കോൺഷ്യസ്നെസ് ലെവലിലേക്ക് എത്തിക്കുന്നോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കൊരു സ്പിരിച്വൽ ബെൻഡ് ഉണ്ടാക്കും എന്ന് പറയുന്നത് ശരിയാണോ? അത് സ്പിരിച്വാലിറ്റി ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ഞാൻ കാണുന്ന സ്പിരിച്വാലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒന്നുമില്ലായ്മയാണ് ഏറ്റവും വലിയ ഫ്രീഡം. ഈ പറഞ്ഞ പോലെ ഡാർക്ക്നെസ് എന്ന് പറയുന്നതാണ് എനിക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിന്നും ഇപ്പം നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഒന്നുകിൽ ഉള്ളിലേക്ക് പോവുക അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക. അങ്ങനെ 2 അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഇരുട്ടാണ്. ആ ഇരുട്ടാണ് ഏറ്റവും സേഫ് പ്ലേസ്, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അവിടെ നമുക്ക് സന്തോഷവുമില്ല, സങ്കടമില്ല, അവിടെ നമുക്ക് ബന്ധങ്ങളില്ല, അവിടുത്തെ നമുക്ക് വികാരങ്ങളില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ, ശിവം എന്ന് പറയുന്ന അവസ്ഥ. അതിനെയാണ് ഞാൻ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. എനിക്ക് നിയമങ്ങൾ ഇഷ്ടമല്ല. ഇങ്ങനെ നിയമങ്ങളിൽ കെട്ടുപാടായിട്ട് കിടക്കുന്നത്. അത് പ്രാക്ടീസിലാണെങ്കിൽ പോലും, ഞാൻ ചെയ്യുന്ന പ്രാക്ടീസുകളിൽ പോലും ആ നിയമം ഇത് ചെയ്ത് അങ്ങനെ പോകുന്നത് ഒന്നും സ്പിരിച്വാലിറ്റി അല്ല. എങ്ങനെയോ നമ്മളിങ്ങനെ ശരിക്കും വെള്ളം ഒഴുകി പോകുന്ന പോലെ പോകുന്നു, അതാണ് സ്പിരിച്വാലിറ്റി. അതിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും എഫേർട്ട്ലെസ് ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഒന്നുമില്ലായ്മയിലേക്ക് നമ്മൾ മേർജ് ചെയ്യുന്ന ഒരു അവസ്ഥ ആണ് സ്പിരിച്വാലിറ്റി. അത് ഇടയ്ക്ക് വരുന്നുണ്ട്, ദിവസത്തിൽ എപ്പോഴൊക്കെ വന്നു പോകും. പക്ഷെ അത് ഫുള്ളായിട്ട് വന്നിട്ടില്ല. അതെനിക്ക് അങ്ങനെ ആ ഒരു
അതിന് പോലും എഫേർട്ട് എടുക്കാൻ പാടില്ല. അത് അത്രയും ഈസി ആയിരിക്കണം. അതിങ്ങനെ സിങ്ക് ചെയ്യുന്നതാണ്, അതൊരു കൂടിച്ചേരലാണ്. അത് നമ്മൾ അറിയാത്ത അത്രയും സട്ടിലാണ്. അതിനെയാണ് ഞാൻ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ ഈ ആയുർവേദവും യോഗയും തമ്മിലുള്ള ബന്ധം എന്താണ്? യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർ നാച്ചുറലി ആയുർവേദത്തിലേക്ക് തിരിയുന്നതാണോ? എന്താണ് അത് തമ്മിലുള്ള ഒരു? എനിക്ക് ശരിക്കും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം യോഗ എനിക്ക് നല്ല 2 ഡോക്ടേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വയറും എൻ്റെ സ്കിന്നും രണ്ടും ഏൽപ്പിച്ചിരിക്കുന്ന 2 നല്ല ഡോക്ടേഴ്സിനെയാണ്. ഒരു ഡോക്ടർ എൻ്റെ വയറ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അഖില വിനോദ്, യോഗ പ്രാക്ടീഷണറും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ ബാംഗ്ലൂർ ദക്ഷിൻ്റെ കൂടെ ഒക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി എനിക്കിഷ്ടമുള്ളത് ഞാൻ കഴിക്കും, എനിക്ക് തോന്നുന്നത് ഞാൻ കഴിക്കും, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ വയറ് ശരിക്കും കേടാവുകയും പ്രശ്നം വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രാക്ടീസുകളും ഞാൻ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു പ്രാക്ടീസ് അല്ല എപ്പോഴും റെഗുലറായിട്ട് ഒരു പ്രാക്ടീസ് അല്ല ചെയ്യുക. ചിലപ്പോൾ ഞാൻ ബന്ധാസ് പ്രാക്ടീസ് ചെയ്യും, അഗ്നിസാരക്രിയ. അപ്പോൾ അങ്ങനെയൊക്കെ ചില പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ ചൂട് ജാസ്തിയാവും. എൻ്റെ ഹോർമോൺസ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഏജ് കൂടുന്തോറും. അപ്പോൾ ആ ഹോർമോൺസ് മാറുമ്പോൾ എൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ ചൂട് പറ്റുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഡോക്ടറായിരിക്കണം. അഖില അങ്ങനത്തെ ഒരു ഡോക്ടറാണ്. അഖിലയ്ക്ക് യോഗയെ പറ്റി അറിയാം. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം എങ്ങനെ കഴിക്കണം, എന്തൊക്കെ വേണ്ടാക്കണം, ഇന്നതൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അഖിലയ്ക്ക് കൃത്യമായിട്ടാണ്. പിന്നെ സ്കിന്ന് ഞാൻ ഒരു കൃഷ്ണദാസ് ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ ഞാൻ വളരെ ചെറുപ്പം മുതലേ മജലിസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട് ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടർ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിന് ചൂട് ജാസ്തിയാവുമ്പോഴാണ് നമുക്ക് റാഷസ് വരുന്നത് സ്കിന്നിന്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ചൂടും തണുപ്പും വളരെ പ്രധാനമാണ്. നമ്മൾ ജീവിക്കുന്ന സ്ഥലം വളരെ പ്രധാനമാണ്. നമ്മുടെ ശരീരപ്രകൃതം വളരെ പ്രധാനമാണ്. ഇത് മനസ്സിലാക്കി മരുന്ന് തരുന്ന ഡോക്ടേഴ്സാണ് ആയുർവേദം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഞാൻ അലോപ്പതി അങ്ങനെ ഇതാക്കി പറയല്ല, അലോപ്പതി തന്നെയാണ് നമുക്ക് പല കാര്യങ്ങൾക്കും വേണ്ടത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ മനസ്സിലാക്കി മരുന്ന് തരുന്ന ഡോക്ടറാണ് കൃഷ്ണദാസ് ഡോക്ടർ. മാത്രമല്ല ഡോക്ടർ ഈ സോപ്പൊക്കെ ഡോക്ടർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ ഏലാദി വെളിച്ചെണ്ണയും ഒക്കെ ഇട്ടിട്ടുള്ള സോപ്പും അതൊക്കെ അപ്പോൾ എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് ചെറുപ്പത്തിൽ നിന്നും ഈ ആയുർവേദം കുറച്ച് പുച്ഛായിരുന്നു. അപ്പോൾ ഈ ആക്നെയൊക്കെ വരുന്ന സമയത്ത് പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും, ഇത് കൂടും. കാരണം ഓരോ ക്രീം തേക്കുമ്പോഴും സ്കിന്നൊന്നും കൂടി തിന്നാവും തോറും നമ്മൾക്ക് വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റാഷസ് വരും. അപ്പം നമ്മൾ അതിനും സ്ട്രോങ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വന്ന് അവസാനം നിവൃത്തിയില്ലാണ്ട് നേരെ ഓടുന്നത് കൃഷ്ണദാസ് ഡോക്ടറുടെ അടുത്തേക്ക്. അപ്പോൾ ഡോക്ടറാണ് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. സംയുക്ത, ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ലൈഫ് നമ്മുടെ ഈ ഒരു AI കാലത്തും ഈ എന്താ പറയുക ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടൊരു ലൈഫിൽ വളരെ സ്ലോ മോഷനിൽ ജീവിക്കുന്ന ഒരാളായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. ലൈഫ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫോർ യു. ബട്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മളൊരു സ്റ്റാർ വൈഫും കൂടിയാണ്. ഹസ്ബൻഡ് ഇത്രയും നല്ലൊരു ആക്ടർ, ഒരു സ്റ്റാറും കൂടിയാണ്. ആൻഡ് ഹീസ് ഗിവിങ് ഓൾ ദീസ് പെർഫോമൻസസ് അണ്ടർ ലൈം ലൈറ്റ്സ്. ഈ ലൈഫും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ട്രാക്കിൽ പോകുന്ന സംയുക്തയും ഇതെങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുന്നു? അത്രയും ദിവസം നമ്മുടെ ഒക്കത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ഒരു ദിവസം ഒരു ടീച്ചറെ ഏൽപ്പിച്ചിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട നടന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു വിഷമമുണ്ടല്ലോ, അതൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് പുരുഷന്മാർ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഭാവനയ്ക്ക് അത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു സാധാരണ പെൺകുട്ടിക്ക് ഉണ്ടായാൽ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഥകൾ കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. എനിക്ക് ആ ഒരു രണ്ടാമത് ഫിലിം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെ ആൾക്കാരൊക്കെ ഇഷ്ടാവോ, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമോ?